ഹേ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഹോട്ടലിലെല്ലാം കിട്ടുന്നുള്ള പൊരിച്ച ചെമ്മീൻ്റെ ബിരിയാണി ഇല്ലേ, നല്ല അടിപൊളി ടേസ്റ്റിൽ ആ ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോവാട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെമ്മീന് കുറച്ച് ചെമ്മീൻ എന്നിട്ട് ഒരു 1/4 കിലോ ചെമ്മീൻ വളരെ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1/4 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ്, മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്മീൻ പൊരിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റില്ലേ, അപ്പോൾ നമ്മൾ ആ ബിരിയാണീനെ നല്ലോണം ഒരു സ്വാധീനിക്കുന്ന ഒരു ഫാക്ടർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ നല്ലോണം ഇതുപോലെ പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സെയിം പാനിൽ തന്നെ നമ്മൾ ചെമ്മീനിൽ പൊരിച്ചെടുത്തിട്ട് ആ ഒരു സെയിം പാനിൽ തന്നെ നമുക്ക് മസാലയും കൂടി തയ്യാറാക്കിയെടുക്കും. എന്നാൽ കുറച്ചും കൂടി നല്ലോണം ഫ്ലേവർ ഉണ്ടാകും ചെമ്മീൻ്റെ. അപ്പോൾ കുറച്ചും കൂടിയും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഏകദേശം ഒരു 3 വെല്ലുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. നല്ലോണം സോഫ്റ്റായിട്ട് വരുന്നത് വരെ, നമ്മൾ ഗോൾഡൻ കളറെല്ലാം ആവി വരുന്നത് വരെ നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എപ്പം പറയുന്ന ഒരു സംഭവമാണ്, നമ്മൾ ഏത് ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുമ്പോഴായാലും ഇങ്ങനെ വഴറ്റിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്നതെങ്കിൽ ഉള്ളിയായാലും തക്കാളിയായാലും നല്ലോണം വഴറ്റിയിട്ട് വേണം ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ബിരിയാണീനെ അങ്ങനെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആ ഒരു ബിരിയാണിക്ക് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് കുറവ് തന്നെയായിരിക്കും, മസാല നല്ലോണം വഴറ്റി വന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഉള്ളിയിലൊന്ന് നല്ലോണം വഴറ്റി വന്നതിന് ശേഷം മാത്രം നമുക്ക് ഇതിലേക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്, കാരണം തക്കാളിയിലും നല്ലോണം ഉടനെ നല്ലോണം സോഫ്റ്റായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. എനിക്ക് ആദ്യം തന്നെ ഇല്ലേ, ഫസ്റ്റ് നമ്മൾ ഉള്ളിയിലും ഇടുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റില്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ തക്കാളിയും അതായത് ഉള്ളിയിൽ ഇട്ട് കൊടുക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും. പെട്ടെന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടുകൊണ്ട് തന്നെ അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഞാൻ അധികം ലാസ്റ്റാണ് ഇട്ട് കൊടുക്കൽ കേട്ടോ. നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ ലാസ്റ്റ് ഇട്ട് കൊടുത്താൽ എന്ന് വെച്ചാൽ നമുക്ക് ആ ഉള്ളിയും തക്കാളി അവിടെ ആ ഉള്ളിയെല്ലാം വയന്ന സമയം കൊണ്ട് നമുക്ക് വേറെയുള്ള ജോലികളെല്ലാം ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത്. അത്രയേ ഉള്ളൂ കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയും ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ചെമ്മീനില്ലേ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് കൺഫ്യൂഷനായി എന്താണ്. അപ്പോൾ ചെമ്മീനും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ചെമ്മീൻ്റെ ഫ്ലേവറെല്ലാം മസാലയിലേക്ക് പിടിക്കുന്നതിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് ഗരം മസാല, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, ചെറുനാരങ്ങയില്ലേ പുളിക്ക് ആവശ്യമായിട്ട് ചെറുനാരങ്ങ, അതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ഉള്ളി പൊരിച്ചത്, നമ്മൾ പിസ്ത എന്ന് പറയുന്നത്, അതെന്തായാലും ചേർക്കണം കേട്ടോ. അതിലാണ് ആ ബിരിയാണി മസാലേൻ്റെ ടേസ്റ്റ് മെയിനായിട്ടുള്ളത്. നെക്സ്റ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് വെച്ചാൽ ഉള്ളി പൊരിച്ചത് ഇടൽ തന്നെയാണ്. ഇതിങ്ങനെ ഇടാണ്ട് ഉണ്ടാക്കുന്നതും ഇട്ടിട്ടുണ്ടാക്കുന്നതും ടേസ്റ്റിൻ്റെ ഡിഫറൻറ്റ് തന്നെയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ഇടാത്തവരാണെങ്കിൽ. അപ്പം നമ്മൾ ഉള്ളി പൊരിച്ചത് ഇട്ടാൽ തന്നെ നമ്മുടെ മസാലേൻ്റെ കളറും സ്മെല്ലും ടേസ്റ്റ് എന്ന് വെച്ചാൽ പ്രത്യേകം തന്നെ ആയിരിക്കും കേട്ടോ. അതങ്ങനെ ഉണ്ടാക്കി കഴിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ടേസ്റ്റ് എന്തായാലും അറിയും. രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെ ആയിരിക്കും എന്തായാലും. അപ്പോൾ നമ്മൾ ഉള്ളി പൊരിച്ചതും എല്ലാം ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് മിക്സ് ചെയ്യാം. കാരണം എല്ലാം കൂടി നല്ലോണം ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മസാല നോക്കി അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ, കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരില്ല, അത്രയും അടിപൊളി ടേസ്റ്റിലൊരു മസാല തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം നമുക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഗീയും അതുപോലെ തന്നെ ഓയിലും മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ് എല്ലാം ഇട്ടെടുത്ത് അതൊന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളി ചേർത്ത് കൊടുക്കുക. ഉള്ളി ഒന്നൊരു ഗോൾഡൻ കളറായി വന്നാൽ നമുക്ക് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. നെയ്ച്ചോറിൻ്റെ റെസിപ്പി ആർക്കും പറഞ്ഞേണ്ടെന്ന് ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഓടിച്ച് പറഞ്ഞെന്നേയില്ലൂ കേട്ടോ. ചില ബിരിയാണി റെസിപ്പിയിലൊന്നും ഞാൻ നെയ്ച്ചോറിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല. പിന്നെ ഇത് ജസ്റ്റ് ഞാൻ ഫുള്ളായിട്ട് എടുത്തെന്നേയില്ലൂ കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ 1.5 പാട്ട വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കാസറാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഉപ്പും അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരും ഒഴിച്ചു കൊടുക്കുക. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ അരിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ക്യാരറ്റെല്ലാം വേണമെങ്കിൽ ക്യാരറ്റെല്ലാം ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം അതൊന്നും ചേർത്തിട്ടില്ല. എന്തെങ്കിലും ചില ആൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അങ്ങനെയെല്ലാം ചേർക്കുന്നത് കാണാം, എന്നാൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റും ഫ്ലേവറും ഉണ്ടാവുന്നേയുള്ളൂ. അപ്പോൾ നമ്മൾ ചോറ് അരി ഇട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം ഒന്ന് ജസ്റ്റ് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നല്ലോണം വെന്തതിന് ശേഷം ഞാൻ പകുതി നമ്മൾ വേറൊരു ബൗളിലേക്ക് ആക്കിയിട്ട് ദമ്മിടാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ആ ഒരു ചൂടോടെ തന്നെ നമ്മൾ ദമ്മിടണം കേട്ടോ. അപ്പോൾ നമ്മൾ ദമ്മിടുന്ന ടൈം നമ്മൾ മസാല ചൂട് പോയിനെങ്കിൽ മസാല ജസ്റ്റ് ഒന്ന് ചൂടാക്കണം കേട്ടോ. രണ്ടും ഒരുപോലത്തെ ചൂടിൽ വേണം ദമ്മിടാൻ.
ദമ്മിടലെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയിലും പറയുന്നതും കാണിക്കുന്നതല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഒരു ലെയർ ചോറിട്ട് പിന്നെ അതിൻ്റെ മേലേക്ക് ഗരം മസാല അതുപോലെ തന്നെ മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും അതുപോലെ തന്നെ നമ്മൾ ഉള്ളി പൊരിച്ചതും ഇട്ട് കൊടുക്കുക. അതിൻ്റെ മേലായിട്ട് ഒരു ലെയർ തന്നെ നമ്മൾ മസാലയിൽ ചെമ്മീൻ മസാല അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മേലിലായിട്ട് നമ്മൾ വീണ്ടും ഒരു ലെയർ ചോറും കൂടി ആഡ് ചെയ്യുക. അതിൻ്റെ മേലായിട്ട് വീണ്ടും ഗരം മസാലയും അതുപോലെ തന്നെ മല്ലിച്ചപ്പ് ഉള്ളി പൊരിച്ചതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ബിരിയാണി ദമ്മിടൽ പരിപാടി കഴിഞ്ഞിട്ടാ. അപ്പോൾ ഇതിൻ്റെ മേലേക്ക് ഗീ അങ്ങനെയെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കളർ വേണമെങ്കിൽ നമ്മൾ പാലിൽ മഞ്ഞൾപ്പൊടി കലക്കി അതുപോലെ വെള്ളത്തിലോ കലക്കിയിട്ട് നമുക്ക് കളർ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചില ടൈം ചേർക്കുന്നുണ്ട്, ഈ ഒരു ടൈം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടാ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബിരിയാണി. ഇനി ഇത് നമ്മൾ ദമ്മിൽ വെക്കാം കേട്ടോ. കുറച്ച് ഒരു ഫ്ലെയിം സിം ആക്കിയിട്ട് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ കുറച്ച് ടൈം നമ്മൾ ദമ്മിൽ വെക്കാം. അപ്പം ഞാനും കുറേ ടൈമൊന്നും വെക്കുന്നില്ല കേട്ടോ, ഒരു 5 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ ദമ്മെല്ലാം പൊട്ടിച്ചിട്ട് അങ്ങനെ വിളമ്പി എടുക്കുക എന്നിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ഈ ബിരിയാണീൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റിലെ ബിരിയാണിയാണ് കേട്ടോ, നല്ല ഫ്ലേവറില്ലേ, നല്ല ടേസ്റ്റിലെ ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും വരുന്നത് വരെ ഓക്കെ, ടേക്ക് കെയർ, ബൈ ബൈ.